നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്നതിന് മുൻപേ മാധ്യമങ്ങളിലൂടെ സൂചന നൽകിയതിന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹിമിനോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. ആറന്മുള, കോന്നി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതിലാണ് സംസ്ഥാന സെന്റർ ഇദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. പാർട്ടി ചർച്ച കൂടാതെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് എന്തിന് സംസാരിച്ചു, ഏത് ഘടകത്തിൽ ചർച്ച ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് ഇമെയിൽ വഴി വിശദീകരണം തേടിയിരിക്കുന്നത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹിം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചയാളാണ് വീണ ജോർജ് എന്നും അതുകൊണ്ട് ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വിജയിക്കുമെന്നും രാജു എബ്രാഹിം അഭിപ്രായപ്പെട്ടിരുന്നു. കോന്നിയുടെ വികസന നായകനായ ജനീഷ് കുമാർ വീണ്ടും മത്സരിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നുവെന്നും ജില്ലയിലെ 5 MLA-മാരും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി ഘടകങ്ങൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. CPM-നെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത്രയും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ ഒഴിവാക്കാനാണ് CPM ആലോചിക്കുന്നത്. അതായത് MLA-മാർക്ക് 2 തവണ, മന്ത്രിമാർക്ക് 1 തവണ അവസരം എന്ന വ്യവസ്ഥ മാറ്റാനാണ് ആലോചിക്കുന്നത്. വിജയസാധ്യത കണക്കിലെടുത്താണ് ഈ ടേം വ്യവസ്ഥ മാറ്റുന്നത്. മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് CPM ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് വീണ്ടും മത്സരിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. അതുപോലെ വീണ ജോർജ്, TP രാമകൃഷ്ണൻ, KK ശൈലജ എന്നിവരെയും മത്സരിപ്പിക്കാനാണ് ആലോചന. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം CPI-CPM ബന്ധം വഷളാകുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. തളിപ്പറമ്പ് മന്നംകുണ്ടിൽ റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരിയായ കോമത്ത് മുരളീധരന്റെ അറസ്റ്റിനെ ചൊല്ലിയാണ് ഇരു പാർട്ടി നേതാക്കളും തമ്മിൽ തെരുവിൽ പോരിനിറങ്ങിയത്. സ്വന്തം മുന്നണി ഭരിക്കുന്ന പോലീസിനെതിരെ CPI നേതാക്കളുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് മുന്നണി ബന്ധത്തെ ഉലച്ചിട്ടുണ്ട്. CPI കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P. അജയ്കുമാറാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം അഴിച്ചുവിട്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയം ഇങ്ങനെയല്ലെന്നും ചില കക്ഷികളെ പ്രീണിപ്പിക്കുന്നതിനായി പോലീസ് നിരപരാധികൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. നീതി നടപ്പിലാക്കാത്ത പോലീസ് അമേരിക്ക, വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തിയതുപോലെ മറ്റുള്ളവർക്ക് മേൽ കുതിര കയറാൻ ശ്രമിക്കേണ്ട എന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു.